ഹലോ കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. അമ്മയും കുഞ്ഞിനും പപ്പയും ഞാനും കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഫോണൊന്ന് കൊടുത്തേക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫുഡ് കഴിക്കണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കല് ഭയങ്കര മടി പോലെ, കഴിക്കണില്ല, ഒട്ടും കഴിക്കണില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ. അപ്പൊ അതാണ് മെയിനായിട്ട് ആ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ സംഭവം ഭയങ്കര, നമുക്കും ഭയങ്കര വിഷമം ഉണർത്തുന്ന സംഭവമാണ്. കാരണം ഞങ്ങൾ വിചാരിക്കാത്ത ഒരു കാരണമാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് വിഷമമായിട്ട്, ആ വിഷമത്തോടു കൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിഷമം ഇപ്പൊ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുട്ടികൾക്ക് ഉണ്ടാവാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടും കൂടി കേട്ടാ. അല്ല, അതാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തന്നെ മെയിൻ കാരണം. ഏഹ് ആദ്യം സമയം പറഞ്ഞത് വീഡിയോ ചെയ്യണമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വീഡിയോ ചെയ്യാം, കുഴപ്പമില്ല, അത് മറ്റുള്ളവർ അറിയണം, മറ്റുള്ളവർക്ക് ഇനി അത് കൊണ്ട് വലിയ ഉപകാരം ആവണമെന്നുണ്ടെങ്കിൽ ഉപകാരമുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ, എന്താ പറയണേ, രണ്ടാമത്തെ കുഞ്ഞായ ഇപ്പൊ ഇവള് ഗർഭിണിയായപ്പോഴല്ലേ, അപ്പോ അവന് മനസ്സിൽ ഒരു മനോവിഷമം ഉണ്ടെന്ന്. എന്നുവെച്ചാല് നമ്മളെപ്പോഴും രണ്ടാമത്തെ ഉണ്ണിയാവ ഉണ്ട്, അമ്മയുടെ വയറ്റിൽ ഉണ്ണിയാവ ഉണ്ട്, ഉണ്ണിയാവ വരാൻ പോണു, എപ്പോഴും നമ്മൾ വരാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി അവനോട് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ വേറൊന്നും വിചാരിച്ചിട്ടല്ല പറയണത്, പക്ഷെ അത് അവന്റെ ഉള്ളില് ഭയങ്കര ഒരു വിഷമം ഉണ്ടെന്ന് അത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഡോക്ടറാണ് പറഞ്ഞത്. പറയാറുണ്ട്. ഉണ്ണിയാവേനെ വേണം, കുട്ടീന് ഉണ്ണാവേ വേണോന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് അവൻ പറയും വേണ്ടാന്നേ പറയത്തുള്ളൂ. പക്ഷെ നമ്മള് അവന്റെ അറിയില്ലായ്മ കൊണ്ട് പറയണേന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ എപ്പോഴും ചോദിച്ചാല് അവൻ ഉണ്ണിയാവേനെ വേണ്ടേന്ന് ചോദിച്ചാൽ അവൻ പറയും വേണ്ടാന്നേ പറയുന്നത്. കാര്യം നമ്മളും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മള് ഇപ്പൊ എന്താ പറയണേ, ഉണ്ണിക്ക് ഇപ്പൊ ഉണ്ണി അവിടെ ഞങ്ങൾക്ക് ആ ഉണ്ണിയും മൂന്ന് പേര് മാത്രമാണല്ലോ. അപ്പൊ അവിടെ ആരും ഇല്ലല്ലോ. അപ്പൊ അവന് കൂടിയും കൂട്ടായിക്കോട്ടെ എന്നുള്ള ഒരാളാണ് ഞങ്ങള് രണ്ടാമത്തെ കുഞ്ഞെന്നുള്ള കാര്യം പ്ലാൻ ചെയ്തത് തന്നെ. മാത്രല്ല അവന് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അപ്പോ അവൻ തനിച്ചാവണ്ടാന്ന് വിചാരിച്ചിട്ട് അവനൊരു കൂട്ടം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അവനിപ്പോ മൂന്നാമത്തെ വയസ്സാവാൻ പോണു. ഇപ്പൊ രണ്ടാമത്തെ കുട്ടിയാവുന്നതിൽ തെറ്റില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഞങ്ങള് ഒരു പ്ലാൻ ചെയ്തത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇത് കേട്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മളവനെ ഇപ്പൊ മാറ്റി നിർത്താനോ ഒന്നിനും വേണ്ടിയിട്ടില്ല, അവനൊരു കൂട്ടാവന്. അതിന്റെ ഇടയിൽ ഇപ്പോ രണ്ടാമതായി ഗർഭിണിയായപ്പോ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളടുത്ത് പറയും, എന്തിനിപ്പോ ഇങ്ങനെ നോക്കി ഉണ്ണിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോരെ, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറെ പേര് ചോദിക്കും. ഇപ്പൊ ഞങ്ങളുടെ മനസ്സിൽ ആകെ കൂടി തോന്നിയപ്പോ അവനൊരു കൂട്ടാവട്ടെ, പിന്നെ ആഗ്രഹിക്കുന്ന സമയത്ത് അടുത്തൊരു കുഞ്ഞുണ്ടായെന്ന് വരും. ഉണ്ടായെന്ന് വരെ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പ്രായം കൂട്ടി വരാണല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ കുഞ്ഞെന്നുള്ളത് കാര്യം പ്ലാൻ ചെയ്തത്. ഇപ്പോ ഇങ്ങനെ അറിഞ്ഞപ്പോ ഭയങ്കര വിഷമമായി. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ വേർതിരിച്ച, ഇപ്പൊ ആദ്യത്തേതാണെങ്കിൽ രണ്ടാമത്തെ ആണെങ്കിൽ നമ്മൾ വേർതിരിച്ചൊന്നും കാണാനൊന്നും പോണില്ല. പക്ഷെ അവന്റെ ഉണ്ണിയുടെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം വന്നു എന്ന് പറഞ്ഞപ്പോ, അതുകൊണ്ടാണ് ഭക്ഷണങ്ങൾ കഴിക്കാത്തതെന്ന് പറയുമ്പോ ഭയങ്കര വിഷമമായി നമുക്ക്. അപ്പോ അത് ആ ഒരു വിഷമം, അങ്ങനെ ഒരു ഇനി ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ അങ്ങനെയായി. പക്ഷെ ഇനിയിപ്പോ ആരാണ് നിങ്ങൾ രണ്ടാമത്തെ ഉണ്ണി എന്നുള്ളത് ഇതിനെയൊക്കെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുമ്പോ എന്താ പറയാ, എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥ വരണമെന്നില്ല. എന്നാലും പറയാ, ഉണ്ണികൾക്കൊരു അറിവുള്ള പ്രായമൊക്കെ ആയിട്ട്, അതായത് അറിവെന്ന് പറഞ്ഞാൽ നമ്മള് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായിട്ടൊക്കെ രണ്ടാമത്തെ കുട്ടീനെ നോക്കിയാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയണതാണ് കേട്ടാ. പിന്നെ വേറെ ആരും നെഗറ്റീവ് അടിച്ച് പറയണ്ട. നെഗറ്റീവ് അടിച്ചിരിക്കുന്നവര് ഇപ്പൊ പറയുന്നവര് പറഞ്ഞോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു എന്നുള്ളൂ നിങ്ങളുടെ മുമ്പില്. അപ്പോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഹോസ്പിറ്റലിൽ പോയ ഇനി ഇവളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചോണ്. അപ്പോ ഈ വീഡിയോ അതിൻ്റെ ആണ്. അപ്പോ നിങ്ങളുടേതായ അതെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.